വെണ്ടയ്ക്ക വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള പൊരിയലായാലും കറികളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഈ വെറൈറ്റി പൊരിയലൊന്ന് പരിചയപ്പെട്ടു നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു വെണ്ടയ്ക്ക പൊരിയലാണ്. അപ്പോൾ അതിന് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ല നാടൻ വെണ്ടയ്ക്കയാണ്, ഇവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് ഇതൊന്ന് തുടച്ചെടുക്കണം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഉപ്പും വെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെ തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതെല്ലാം കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണ്ട, അതാ ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ എല്ലാ വെണ്ടയ്ക്കും ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വെണ്ടയ്ക്ക പൊരിയൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിന് വേറെ കറികളൊന്നും ചോറിന് ആവശ്യമില്ല, ഈ പൊരിയൽ മാത്രം നമുക്ക് മതി. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക കറി വയ്ക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ നല്ലപോലെ തുടച്ചെടുത്തിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് എങ്കിൽ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. മാത്രമല്ല വെണ്ടയ്ക്ക ഉടഞ്ഞ് പോവാതെ ഇരിക്കും. അപ്പോൾ ഞാനിതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓവറായിട്ട് ഇതിൽ മസാലകളൊന്നും വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾക്ക് 2 പിടി തേങ്ങയും ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായി അരിഞ്ഞത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് 2-3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് പൊട്ടുകടലയും ചേർത്ത് കൊടുത്ത് നമ്മൾക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 3/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കൂടുതൽ അരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് വെണ്ടയ്ക്ക പൊരിയൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്ത് കോരിയെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് എണ്ണ പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പം ഞാൻ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. കൂടുതൽ മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇത്രയും ആയാൽ മാത്രം മതി. ബാക്കിയുള്ളത് കൂടെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. നല്ല പച്ചരി ചോറും കുറച്ച് തൈരും കൂട്ടി ഈ വെണ്ടയ്ക്ക പൊരിയലും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്ക പൊരിയലും തൈരും പച്ചരി ചോറും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെല്ലാം വറുത്ത് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് അതേ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമുക്ക് ഒന്ന് മൂത്ത് വരണം. പച്ചവാസനയൊക്കെ മസാലയുടെ പച്ചവാസനയൊക്കെ പോയി നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പൊരിയലാണ്, വെണ്ടയ്ക്ക പൊരിയലാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വറുത്ത് കോരിയെടുത്തത്, അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമുക്കൊരു മിനിറ്റോളം ഇതുപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. നമ്മുടെ വെണ്ടയ്ക്ക പൊരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഈ വെണ്ടയ്ക്ക പൊരിയൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.